CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി നാളെ ക്രിസ്മസ് തലേന്നും കഴിഞ്ഞ ദിവസങ്ങളിലും തിരുപ്പിറവി ആഘോഷങ്ങൾ സജീവമായിരുന്നു. ക്രിസ്തുമസ് പുതുവത്സര ചന്ത ആരംഭിക്കാത്തതിലും അവശ്യ സാധനങ്ങൾ ഉത്സവകാലത്ത് നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് CMP കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ ധർണ നടത്തി. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടിടിച്ച് വഴിയാത്രികൻ മരിച്ചു. കണ്ടാണശ്ശേരി മണപ്പറമ്പിൽ കുഞ്ഞുകുട്ടൻ എന്ന ശ്രീനിവാസനാണ് മരിച്ചത്. പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി മഹോത്സവം സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 7:15 ദ്വാദശി പണം സ്വീകരിക്കൽ, ദ്വാദശി ഊട്ട് എന്നീ ചടങ്ങുകളോടെയാണ് ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമായത്. 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. വെളിയങ്കോട് അണ്ടിപ്പാട്ടിൽ മുഹമ്മദ് ബഷീർ, അയ്യൂട്ടിച്ചിറ ചെറുവളപ്പിൽ അബ്ദുൾ റസാഖ്, വെളിയൻകോട് കുറ്റിയാടി റിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം വരവായി ലഭിച്ച 1.18 കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകൾ നശിപ്പിക്കാൻ നീക്കം. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ചതിനു ശേഷം ഭക്തർ ഇവ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്. എരുമപ്പെട്ടി നാട്ടുകൂട്ടം കലാസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാവിലെ പാട്ടുമത്സരം എന്ന പേരിൽ കരോക്കെ ഗാനാലാപന മത്സരം നവ്യാനുഭവമായി. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ സീനിയർ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വെങ്കല മെഡൽ നേടിയ വടക്കേക്കാട് സ്വദേശി പ്രഭാകരൻ പൊന്നേങ്കാട്ടിൽ നാടിന് അഭിമാനമായി. KPCCയുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഗ്രാനൈഡ് ഉപയോഗിച്ച പോലീസിന്റെ നരനായട്ടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രസാദ ഊട്ടിന് ഭക്തജനത്തിരക്ക്. ഡിസംബർ 14 മുതൽ തിരുവാതിര ആഘോഷിക്കുന്ന ഡിസംബർ 27 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായാണ് അന്നദാനം നടത്തുന്നത്. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പറുമായ MM സലീമിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അച്ചടക്ക ലംഘനം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. INTUC കുന്നംകുളം ചുമട്ടുതൊഴിലാളി യൂണിയൻ വാർഷിക പൊതുയോഗം ഇന്ദിരാഭവനിൽ നടന്നു. ഡിസംബർ 28, 29, 30 തീയതികളിലായി തൃശൂരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ഓക്സിലറി അംഗങ്ങളുടെ യുവതീ സംഗമം ഓക്സോ മീറ്റ് 2023 സംഘടിപ്പിച്ചു. TMVHS സ്കൂളിൽ നടത്തിയ പരിപാടി CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷയായി. ചെറായി കൊച്ചമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടത്തിയ സഹസ്രദീപം, അയ്യപ്പൻ വിളക്ക് എന്നിവ സമാപിച്ചു. വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു ക്ഷേത്രത്തിൽ പരിപാടികൾ നടത്തിയത്. മാറഞ്ചേരി ഗവൺമെന്റ് ITIയിൽ UDSFന് ചരിത്ര വിജയം. 19 വർഷത്തിന് ശേഷമാണ് UDSF യൂണിയൻ വിജയിച്ചത്. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ K. കരുണാകരന്റെ 13ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. വേലൂരിൽ രാത്രിയുടെ മറവിൽ അറവു മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. സൊസൈറ്റി പാടത്തിന് സമീപമാണ് റോഡിൽ അറവു മാലിന്യം തള്ളിയിട്ടുള്ളത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.